കുറച്ച് നാളുകളായിട്ട് നമ്മൾ പല വാഹന സംബന്ധമായിട്ടുള്ള കുറേ ടേമുകളാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ AMTയുടെ പല വേരിയേഷൻ, CVT അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ പവർ ആൻഡ് ടോർക്ക് എന്താണെന്ന് നോക്കി, സി ഗിയർ എന്താണെന്ന് നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ABS വിത്ത് EBD, അല്ലെങ്കിൽ EBD എന്താണെന്നും ABS എന്താണെന്നും. ഇന്നൊരു വാഹനം നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നു ABS വിത്ത് EBD ഉണ്ട്, സാധാ ബ്രേക്ക് അല്ല, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയുന്നു. അതുപോലെ ഞാൻ തന്നെയായാലും പല റിവ്യൂകളും നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ഈ വാഹനം ABS വിത്ത് EBD വരുന്നതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് EBD ഇല്ല എന്നൊക്കെ. ഇതെന്താണ് ഈ സാധനം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓട്ടോടെക്ട്രാവലിലെ മറ്റൊരു പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതുകൊണ്ട് ഷെയർ ചെയ്യുക. കാരണം മിക്കവർക്കും ചിലവർക്ക് അറിയാമെങ്കിൽ പോലും ഇത് അറിയാത്തവരായിട്ട് കുറച്ചുകൂടി ആൾക്കാരുണ്ടെന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് പരമാവധി ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് എടുക്കാം. സോ എന്താണ് ABS എന്ന് പറയുമ്പോൾ ഒറ്റ വേർഡ് നമുക്ക് പറയാം ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം. ഒന്നുകൂടി പറയുന്നു, ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആനികൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം മനസ്സിലാക്കണം. ഒരു ബ്രേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും വാഹനത്തിൻ്റെ കൈ കൊടുക്കുന്നു, അതുവഴി ഇപ്പം ബൈക്കിലാണ് നമ്മൾ ആ ഒരു ലിവർ വലിക്കുന്നു, ആ സമയത്ത് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കാലിൽ നമ്മൾ ചവിട്ടുമ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യുന്നു, അങ്ങനെ വാഹനം നിൽക്കുന്നു. ഇതിനൊരു ഇതുണ്ട്, രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്രേക്ക് പെഡൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലിവർ വലിക്കുമ്പോൾ അതിനുശേഷം ഇതിനകത്തൊരു സമ്മർദ്ദം ഉണ്ടാകുന്നു. നമ്മുടെ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ റിവേഴ്സ് സിസ്റ്റത്തിലും ഈ പറയുന്ന ഹൈഡ്രോളിക് സിസ്റ്റത്തിലും അല്ലെങ്കിൽ ഡിസ്കും മറ്റൊക്കെ ആയിട്ട്, ഇപ്പോൾ ഡിസ്ക് ബ്രേക്കുകളാണെങ്കിൽ ഡിസ്കിലും ഡ്രമ്മിലും ഒരു ഹൈഡ്രോളിക് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം നടക്കുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം വാഹനത്തിൽ ഇതൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാകും ഈ പ്രഷർ കാരണം. അങ്ങനെ ഡിസ്ക് അല്ലെങ്കിൽ ആ ഡ്രം, ആ ബ്രേക്കും അതുപോലെ തന്നെ നമ്മുടെ വീലും ലോക്കാവപ്പെടുന്നു. അങ്ങനെ ലോക്കാവുമ്പോൾ നമുക്കറിയാം വാഹനം ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആ റോഡായിട്ടുണ്ടാകുന്നു. ആ സമയത്ത് ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇതിനകത്ത് വാഹനം ടയർ ലോക്കായി വാഹനം ഇങ്ങനെ തിന്നി നീങ്ങി വാഹനം പതിയെ സ്റ്റോപ്പ് ആവുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നത്. ABS ഇല്ലാത്തൊരു വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ പല മൂവീസിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിരുന്നപ്പോഴും പലപ്പോഴും നമ്മളായാലും ഷോ ഓഫിന് ചെയ്യുന്ന വാഹനം സ്കിഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഷർ കൂടുമ്പോൾ, ഹൈഡ്രോളിക് പ്രഷർ കൂടുമ്പോൾ വാഹനത്തിൻ്റെ ആ ടയർ ലോക്കായിപ്പെടുന്നു. അങ്ങനെ വാഹനം തെന്നി നീങ്ങുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. ഈ തെന്നി നീങ്ങുന്ന അല്ലെങ്കിൽ ഒരു സ്കിഡിങ് എന്ന് പറയും. ഈ സ്കിഡിങ് നിൽക്കുകയാണ് ശരിക്കും കഴിഞ്ഞാൽ ABS സിസ്റ്റത്തിൽ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിപ്പോൾ നമ്മളൊരു 10, 20, 40 കിലോമീറ്ററിലൊക്കെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടൊക്കെ ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല. ബട്ട് ഒരു 100 കിലോമീറ്ററിൽ ഒരുവിധം നല്ല സ്പീഡിൽ വരുന്നൊരു വാഹനം ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഒരു വളവും സ്ലിപ്പറി ആയിട്ടുള്ളൊരു വാഹനം റോട്ടിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഈ ടയർ ഇങ്ങനെ സ്കിഡാകുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. വാഹനം മറ്റൊരു വാഹനമായിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിൽ ചെന്നിടിക്കുകയോ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുന്നു. ഈ ഒരു പ്രശ്നത്തെ മാറ്റാനായിട്ടാണ് ABS വന്നിരിക്കുന്നത്. ABSൽ ഈ പറയുന്ന പ്രഷർ, ഹൈഡ്രോളിക് പ്രഷർ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നോക്കുകയും അതിനനുസരിച്ച് വാഹനത്തിൻ്റെ ടയർ ലോക്കാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. ഇത് ലോക്കാവുന്നുണ്ടെങ്കിൽ പ്രഷർ കുറയ്ക്കുകയും തുടർന്ന് ലോക്കാകുന്നത് വിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാഹനത്തിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു. ആ സമയത്ത് ചെറിയ ചെറിയ ലോക്കിങ് വഴി അല്ലെങ്കിൽ പ്രഷർ ബാലൻസ് ചെയ്യുന്നത് വഴി സ്ലോ ആയി നിൽക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ലോക്കിങ് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ടയറും ബ്രേക്കും ലോക്കാവുന്നത് നിർത്തുകയാണ് ഈ ABS സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ആ വാക്കിൽ തന്നെ കാണാം, ആൻറ്റി ലോക്കിംഗ്. ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തെ ആൻറ്റി ലോക്ക് ചെയ്യുന്നു, എന്ന് ലോക്കിംഗ് ഒഴിവാക്കുന്നു. ഇതാണ് ABSൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഇനി EBDയിലേക്കും കൂടി നമുക്ക് കടന്നിട്ട് ഈ വീഡിയോ വിൻഡപ്പ് ചെയ്യാം. എന്താണ് EBD? ഇതിൻ്റെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു ബ്രേക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ കൂടിയാണ് വാഹനം വാഹനത്തിൻ്റെ ടയർ ലോക്കാവുന്നതും വണ്ടി നിൽക്കുകയും ചെയ്യുന്നത് എന്ന്. പക്ഷേ
ഈ ഒരു സംഭവം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനിൽ EBD എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ആ വേടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 50-50 എല്ലാ ടയറുകളിലും ബാലൻസ് ചെയ്യുന്നു. നോർമലായിട്ടൊരു വാഹനത്തിൽ ഇത് ബാലൻസ്ഡ് ആയിരിക്കില്ല, പല ഫോഴ്സ്. കാരണം വാഹനത്തിൻ്റെ ഓരോ ടയറിനും പല വെയിറ്റുകളാണ് വരുന്നത്, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ടയറിൽ കൊടുക്കുന്ന വെയിറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുകയും അങ്ങനെ ഇത് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ABSൻ്റെ സബ് ഡിവിഷനാണെന്ന് പറയാം. ABSൻ്റെ സബ് ഡിവിഷനാണ് EBD. അപ്പോൾ ഈ ABSും EBDയും കൂടി പ്രോപ്പറായിട്ട് ഇത് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് കറക്റ്റായിട്ട് കിട്ടുകയും നല്ല സ്മൂത്തായിട്ട് വാഹനം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കപ്പോൾ എന്താണ് ABS എന്നും EBD എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ പ്രീമിയം പെട്രോളും പവർ പെട്രോളും എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ എന്തൊക്കെ തന്നെയാണ് ഈ ഓയിൽ, നമുക്കറിയാം എഞ്ചിൻ ഓയിൽ എന്താണ്, അങ്ങനെയുള്ള കുറേ സംശയകരമായി ഇപ്പോൾ ESP എന്ന് പറയുന്ന മറ്റൊരു ടേം ഉണ്ട്, പിന്നെ ഹിൽ ഹോൾ അസിസ്റ്റ്, ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനിയും വരുന്ന വീഡിയോ ബ്ലോഗിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുന്നു. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്യുക. ഓരോ 5 ദിവസം ഇടവിട്ടും നമ്മളിങ്ങനത്തെ മനോഹരമായ വീഡിയോകൾ, ഇപ്പോൾ ഓട്ടോമൊബൈൽ രംഗമായിട്ടും ട്രാവൽ വീഡിയോ ബ്ലോഗ്സ് ഒട്ടനവധിയാണ് വരുന്നത്. അതുപോലെ തന്നെ അറിവുകൾ നമുക്കറിയാവുന്ന നല്ല അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മലയാളികൾക്ക് ചെറിയ അഹങ്കാരമുണ്ട്. അയ്യോ, ആ ഒരു അറിവ് എൻ്റെ ഉള്ളിൽ മാത്രം നിന്നാൽ മതി. അങ്ങനെ അഹങ്കാരം കാണിക്കാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ ബ്ലോഗിൽ കാണാം. അതായിരിക്കും. ബൈ.